ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. നാലാമത്തെ കാസ ഈശോ അത് കുടിച്ചതെപ്പോൾ? ആവർത്തിക്കുകയാണ്, ഈശോ നാലാമത്തെ കാസ കുടിച്ചതെപ്പോൾ? ഇനി കുടിക്കില്ല, ഇനി ഇതിൽ നിന്ന് കുടിക്കില്ല എന്ന് യേശു പറഞ്ഞത് എന്തുകൊണ്ട്? എത്ര കാസ വീഞ്ഞാണ് ഈശോ കുടിച്ചത്? ഇത് വലിയൊരു പ്രശ്നമാണ്. ഇതിനകത്ത് നമ്മുടെ കർത്താവായ ഈശോ മിശിഹായിലല്ല, നമ്മുടെ കർത്താവായ ഈശോ മിശിഹായിലല്ല, BJPയിലാണ് രക്ഷ എന്ന് പ്രചരിപ്പിച്ച് തല അവരുടെ കക്ഷത്തിൽ വെച്ചിരിക്കുന്ന കാസയെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്, ബൈബിളിലെ കാസയെക്കുറിച്ചാണ്. ഇത് മനസ്സിലാക്കാൻ നമുക്കൊരു തിരുവചനം നോക്കാം. ലൂക്കാസിന്റെ സുവിശേഷം 22-ാം അധ്യായം 14 മുതൽ 20 വരെ. നിങ്ങൾ 2-3 പ്രാവശ്യം ഒന്ന് മനസ്സിരുത്തി കേട്ടാൽ, വായിച്ചാൽ നിങ്ങൾക്ക് തന്നെ ഈ പ്രശ്നം മനസ്സിലാകും, ഞാൻ പറയാതെ. പക്ഷെ ഞാൻ തിരുവചനം വായിക്കാം. സമയമായപ്പോൾ അവൻ ഭക്ഷണത്തിനിരുന്നു, അവനോടൊപ്പം അപ്പസ്തോലന്മാരും. അവൻ അവരോട് പറഞ്ഞു, ഞാൻ പീഡ അനുഭവിക്കും മുമ്പേ ഈ പെസഹ നിങ്ങളോട് കൂടെ കഴിക്കാൻ വല്ലാത്ത കൊതിയോടെ ആഗ്രഹിച്ചു. ദൈവരാജ്യത്തിൽ പൂർത്തിയാകുന്നത് വരെ ഞാൻ ഇനി ഇത് ഭക്ഷിക്കുകയില്ല എന്ന് നിങ്ങളോട് പറയുന്നു. പിന്നെ പാനപാത്രം എടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്തു പറഞ്ഞു, ഇത് വാങ്ങി പങ്കിട്ടുകൊള്ളുവിൻ. ഞാൻ നിങ്ങളോട് പറയുന്നു, ഇപ്പോൾ മുതൽ ദൈവരാജ്യം വരുന്നത് വരെ മുന്തിരിവള്ളിയുടെ ഫലത്തിൽ നിന്ന് ഞാൻ കുടിക്കുകയില്ല. പിന്നെ അവൻ അപ്പം എടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്ത് മുറിച്ച് അവർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, ഇത് നിങ്ങൾക്ക് വേണ്ടി നൽകപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു, എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിൻ. അപ്രകാരം തന്നെ അത്താഴം കഴിഞ്ഞതിന് ശേഷം അവൻ പാനപാത്രം എടുത്തുകൊണ്ട് അരുളി ചെയ്തു, ഈ പാനപാത്രം നിങ്ങൾക്ക് വേണ്ടി ചൊരിയപ്പെടുന്ന എൻ്റെ രക്തത്തിലുള്ള പുതിയ ഉടമ്പടി ആകുന്നു. നിങ്ങൾ ഈ തിരുവചനം ഒരു 2-3 പ്രാവശ്യം വായിച്ചു നോക്കിയേ. നമുക്കൊരു 3 വചനങ്ങൾ വെറുതെ ഒന്ന് നോക്കിയാൽ തന്നെ പ്രശ്നം മനസ്സിലാകും. 16-ാമത്തെ വാക്യം, ദൈവരാജ്യം പൂർത്തിയാക്കുന്നത് വരെ ഞാൻ ഇന്ന് ഭക്ഷിക്കുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. പെസഹായെക്കുറിച്ചാണ്. പിന്നെ അവൻ പാനപാത്രം എടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്ത് പറഞ്ഞു, ഇത് വാങ്ങി പങ്കിട്ടുകൊള്ളുവിൻ. ഒരു പാനപാത്രം. പിന്നെ പറയാണ്, ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഇപ്പോൾ മുതൽ ദൈവരാജ്യം വരുന്നത് വരെ മുന്തിരിവള്ളിയുടെ ഫലത്തിൽ ഞാൻ കുടിക്കുകയില്ല. പിന്നെ അവൻ അപ്പം എടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്ത് കൊടുത്തു. പിന്നെ അവൻ 20-ാമത്തെ വാക്യത്തിൽ പറഞ്ഞു, അപ്രകാരം തന്നെ അത്താഴം കഴിഞ്ഞതിന് ശേഷം അവൻ പാനപാത്രം എടുത്തുകൊണ്ട് അരുളി ചെയ്തു, ഈ പാനപാത്രം നിങ്ങൾക്ക് വേണ്ടി ചൊരിയപ്പെടുന്ന എൻ്റെ രക്തത്തിലുള്ള പുതിയ ഉടമ്പടിയാണ്. അപ്പൊ എത്ര പാനപാത്രമായി? സാധാരണ യഹൂദ പെസഹായിൽ 4 കാസകളുണ്ട്. പുറപ്പാട് പുസ്തകം 6-ാമത്തെ അധ്യായം 6-7 വചനങ്ങളുടെ വെളിച്ചത്തിലാണ് ഈ 4 കാസ എന്ന് പറയുന്നത്. ഒരു 4-5 മണിക്കൂർ നീണ്ടു നിൽക്കുന്നതാണ് ഈ യഹൂദ പെസഹ. അപ്പോൾ 4 കപ്പ് വീഞ്ഞെന്ന് പറഞ്ഞാൽ ഒറ്റയടിക്ക് നമ്മുടെ നിൽപ്പനടി എന്ന് പറഞ്ഞ പോലെ നമ്മുടെ നാട്ടിലെ കള്ളു കുടിക്കുന്നതുമായിട്ടൊന്നും നിങ്ങൾ കമ്പയർ ചെയ്യരുത്. 1-ാമത്തെ കാസയെ പറയുന്നത് ദ കപ്പ് ഓഫ് താങ്ക്സ് ഗിവിംഗ് എന്നാണ്. ദ കപ്പ് ഓഫ് താങ്ക്സ് ഗിവിംഗ്, ദ ചാലിസ് ഓഫ് താങ്ക്സ് ഗിവിംഗ്, നന്ദിയുടെ കാസ. അതിനുപയോഗിക്കുന്ന വചനം ഈ പുറപ്പാട് 6-ാമത്തെ അധ്യായം 6-7 വചനങ്ങളാണ് ഞാൻ പറയുന്നത്. ഞാൻ നിങ്ങളെ പുറത്തു കൊണ്ടുവരും എന്നതിൻ്റെ, ഈജിപ്തിന് പുറത്ത് കൊണ്ടുവരുമെന്നാണ് അന്നത്തെ അർത്ഥം. ഇപ്പം അതിൻ്റെ അർത്ഥം ഞാൻ നിങ്ങളെ വിശുദ്ധീകരിക്കുമെന്നാണ്. ഞാൻ നിങ്ങളെ വിശുദ്ധീകരിക്കും. 1. അപ്പോൾ 1-ാമത്തെ കാസ നന്ദിയുടെ കാസ, വിശുദ്ധീകരണത്തിൻ്റെ കാസയാണ്. 2-ാമത്തെ കാസയെ രക്ഷയുടെ കാസ എന്നാണ് പറയുക. രക്ഷയുടെ കാസ അവിടെ കർത്താവ് പറയുകയാണ്, ദൈവമായ കർത്താവ് പറയുന്നത്, ഞാൻ നിങ്ങളെ രക്ഷിക്കും, ഞാൻ നിങ്ങളെ വിടുവിക്കും. വിമോചനത്തിൻ്റെ കാസ. രക്ഷയുടെ കാസ എന്ന് പറഞ്ഞാൽ വിമോചനത്തിൻ്റെ കാസ 2-ാമത്തെ. 3-ാമത്തെ കാസ വീണ്ടെടുപ്പിൻ്റെ കാസയാണ്. ഞാൻ നിങ്ങൾ വീണ്ടെടുക്കും എന്ന വചനം തന്നെ അവിടെയുണ്ട്. പുറപ്പാട് പുസ്തകം ഞാൻ പറയണേ, വീണ്ടെടുപ്പിൻ്റെ കാസ. ഈ വീണ്ടെടുപ്പ് എന്ന് പറയുന്നത് ഈ ഈജിപ്തിലെ വീണ്ടെടുപ്പിനെ കുറിച്ചല്ല അവിടെ, അതുണ്ട് അവിടെ, പക്ഷെ അതിനേക്കാൾ അപ്പുറത്താണ്. ആദാമിൻ്റെയും ഹവ്വയുടെയും വീഴ്ചയിൽ നിന്ന് നിങ്ങൾ വീണ്ടെടുക്കുമെന്നാണ്. അതായത് അവർ വീഴുന്നതിന് മുൻപ് അവർക്ക് വരപ്രസാദം, ദൈവിക ജീവൻ ഉണ്ടായിരുന്നു. ആ ദൈവിക ജീവൻ വരപ്രസാദം നൽകുമെന്നാണ് അതിൻ്റെ അർത്ഥം. ഈ 3-ാമത്തെ കാസയെക്കുറിച്ചാണ് ലൂക്ക 22:20 പറയുന്നത്. അത്താഴം കഴിഞ്ഞ് അവൻ പാനപാത്രം എടുത്ത്, അപ്രകാരം തന്നെ അത്താഴം കഴിഞ്ഞതിന് ശേഷം അവൻ പാനപാത്രം എടുത്തുകൊണ്ട് അരുളി ചെയ്തു, ഈ പാനപാത്രം നിങ്ങൾക്ക് വേണ്ടി ചൊരിയപ്പെടുന്ന എൻ്റെ രക്തത്തിലുള്ള പുതിയ ഉടമ്പടിയാകുന്നു. ഇതാണ് ഈ 3-ാമത്തെ കാസ എന്ന് പറയുന്നത്. അതായത് ഈ യഹൂദ പെസഹയിൽ അന്ത്യത്താഴം കഴിഞ്ഞ് അപ്രകാരം അത്താഴം കഴിഞ്ഞതിന് ശേഷം എറണാകുളത്തെ വിമത വൈദികരെ സപ്പോർട്ട് ചെയ്യുന്ന മെത്രാന്മാരോട് നിങ്ങളിത് പറയണം. അവരിപ്പോഴും വിചാരിക്കുന്ന അന്ത്യത്താഴമാണ് കുർബാന എന്നാണ്. അപ്രകാരം തന്നെ അത്താഴം കഴിഞ്ഞതിന് ശേഷം അവൻ പാനപാത്രം എടുത്തുകൊണ്ട് അരുളി ചെയ്തു, ഈ പാനപാത്രം നിങ്ങൾക്ക് വേണ്ടി ചൊരിയപ്പെടുന്ന എൻ്റെ രക്തത്തിലുള്ള പുതിയ ഉടമ്പടിയാണ്.
യഹൂദരുടെ അന്ത്യത്താഴം കഴിഞ്ഞിട്ട്, കർത്താവിന് അന്ത്യത്താഴം കഴിഞ്ഞിട്ട് ആണ് ഈ കുർബാനയുടെ സ്ഥാപനം എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. മൂന്നാമത്തെ കാസ. ആ മൂന്നാമത്തെ കാസയുടെ സമയത്താണ് കുർബാന സ്ഥാപിക്കുന്നത്. അതാണ് പുതിയ ഉടമ്പടി. നാലാമത്തെ കാസയെ സ്തുതിയുടെ കാസ എന്നാണ് പറയുക. നിങ്ങൾ എൻ്റെ ജനമാക്കും എന്ന വചനമാണ് അതിന് ഉപയോഗിക്കുന്നത്. ഈ സ്തുതിയുടെ കാസ, അതായത് ഞാൻ നിങ്ങളുടെ ദൈവം, നിങ്ങൾ എൻ്റെ ജനം. ഇതാണ് ഉടമ്പടിയുടെ പ്രമാണവാക്യം, ഫോർമുല. ഞാൻ നിങ്ങളുടെ ദൈവം, നിങ്ങൾ എൻ്റെ ജനം. അങ്ങനെ പറഞ്ഞിട്ടാണ് ഈ ഉടമ്പടി സ്ഥാപിക്കുന്നത്. അപ്പോൾ ഞാൻ നിങ്ങളെ എൻ്റെ ജനമാക്കും. അങ്ങനെ ദൈവത്തിൻ്റെ ജനമായി മാറ്റുന്നതിന് ദൈവത്തിന് സ്തുതി അർപ്പിക്കുന്നതാണ് ഈ അവസാനത്തത്, സ്തുതിയുടെ കാസ. ദ കപ്പ് ഓഫ് പ്രൈസ് എന്ന് പറയും, ദ ചാലിസ് ഓഫ് പ്രൈസ്. ഇങ്ങനെ 4 കാസകളാണ് ഉള്ളത് യഹൂദ പെസഹായിൽ. പക്ഷേ കർത്താവ് അതിന് ഇതിനു മുമ്പത്തെ ഈ മൂന്നാമത്തെ കാസ പറയുന്നതിന് മുൻപ്, മൂന്നാമത്തെ കാസ കുടിക്കുന്നതിന് മുമ്പ്, രണ്ടാമത്തെ കാസ കുടിക്കുന്നതിന് മുൻപ് തുടക്കത്തിലൊരു വചനം പറയുകയാണ്. ഞാൻ നിങ്ങളോട് പറയുന്നു, ഇപ്പോൾ മുതൽ ദൈവരാജ്യം വരുന്നത് വരെ മുന്തിരിവള്ളിയുടെ ഫലത്തിൽ നിന്ന് ഞാൻ കുടിക്കുകയില്ല. ഇപ്പോൾ മുതൽ ദൈവരാജ്യം വരുന്നത് വരെ മുന്തിരിവള്ളിയുടെ ഫലത്തിൽ ഞാൻ കുടിക്കില്ല. അങ്ങനെ പറഞ്ഞിട്ടാണ് അവൻ രണ്ടാമത്തെ കാസ കഴിഞ്ഞിട്ട്, അതിന് തൊട്ട് മുമ്പാണ് രണ്ടാമത്തെ കാസ. പിന്നെ അവൻ പാനപാത്രം എടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്ത് പറഞ്ഞു, ഇത് വാങ്ങി പങ്കിട്ടുകൊള്ളുവിൻ. ഒന്നാമത്തെ കാസയെക്കുറിച്ച് ഇവിടെ പറഞ്ഞിട്ടില്ല, രണ്ടാമത്തെ കാസയെക്കുറിച്ച് തൊട്ടാണ് പറഞ്ഞിരിക്കുന്നത്. രണ്ടാമത്തെ കാസ കഴിഞ്ഞിട്ട് മൂന്നാമത്തെ കാസയ്ക്ക് മുമ്പ് പറയാണ്, രണ്ടാമത്തെ കാസ കൊടുത്തിട്ട് മൂന്നാമത്തെ കാസയ്ക്ക് മുമ്പ് പറയാണ്, ഇപ്പോൾ മുതൽ ദൈവരാജ്യം വരുന്നത് വരെ മുന്തിരിവള്ളിയുടെ ഫലത്തിൽ ഞാൻ കുടിക്കില്ല. കർത്താവ് എന്തിനാണ് ഇങ്ങനൊരു ഭയങ്കരമായൊരു വചനം പറഞ്ഞത്? എന്താണ് ഈ വചനത്തിന്റെ അർത്ഥം? എന്തിനാണ് മൂന്നാമത്തെ കാസ കുടിക്കുന്നതിന് മുമ്പ് തന്നെ നാലാമത്തെ കാസയെക്കുറിച്ചായി പറയുന്നത്? ഈ നാലാമത്തെ കാസ ഞാൻ കുടിക്കില്ലെന്ന് പറയാണ്. എപ്പോ വരെ? ഇപ്പോൾ മുതൽ ദൈവരാജ്യം വരുന്നത് വരെ മുന്തിരിവള്ളിയുടെ ഫലത്തിൽ നിന്നുള്ള ഞാൻ കുടിക്കില്ല. നാലാമത്തെ കാസ ഞാൻ കുടിക്കില്ല. ദൈവരാജ്യം വരുന്നത് വരെ മുന്തിരിവള്ളിയുടെ ഫലമായ നാലാമത്തെ കാസയിൽ നിന്ന് ഞാൻ കുടിക്കുകയില്ല. ഇപ്പോൾ മുതൽ ദൈവരാജ്യം വരുന്നത് വരെ. നാലാമത്തെ കാസ ഞാൻ കുടിക്കില്ല എന്ന് പറഞ്ഞിട്ടാണ് മൂന്നാമത്തെ കാസ എടുത്തിട്ട് അതിനെ ആശീർവാദത്തിന്റെ കാസയെ, മിശിഹായുടെ കാസയെ പുതിയ ഉടമ്പടിയായിട്ട് കർത്താവ് സ്ഥാപിക്കുന്നത്. അപ്പൊ ഇതാണ് ചോദ്യം. എന്തുകൊണ്ടാണ് ഈ നാലാമത്തെ കാസ, ഉപസംഹാര കാസ അല്ലെങ്കിൽ സ്തുതിയുടെ കാസ എന്ന് പറയുന്ന ആ കാസ ഞാൻ ദൈവരാജ്യം വരുന്നത് വരെ കുടിക്കുകയില്ല എന്ന് കർത്താവ് പറഞ്ഞത് എന്തുകൊണ്ട്? ഇതാണ് പ്രശ്നം. ഈ നാലാമത്തെ കാസ ഉയർത്തുന്ന പ്രശ്നം എന്ന് പറയുന്നത്, ദൈവരാജ്യം വരുന്നത് വരെ അല്ലെങ്കിൽ ദൈവരാജ്യം വരുവോളം ഞാൻ മുന്തിരിയുടെ അനുഭവം കുടിക്കില്ല. ഇതിന്റെ മറ്റൊരർത്ഥം നമ്മൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ട്. അതിനോട് ചേർന്ന് പോകുന്ന മറ്റൊരു ധ്വനിയാണ് ഞാനിപ്പോൾ പറയുന്നത്. നാലാമത്തെ കാസ ഇവിടെ വെച്ച് കുടിക്കുകയില്ലെന്ന് വ്യക്തമാക്കിയതിന് ശേഷമാണ് മൂന്നാമത്തെ കാസ എടുത്ത് കുർബാന, അതിന് അത്താഴത്തിന് ശേഷം നാലാമത്തെ കാസ കുടിക്കുകയില്ലെന്ന് പറഞ്ഞ് പ്രഖ്യാപിച്ചു കഴിഞ്ഞ് ഞാൻ ഒന്നുകൂടി പറയുകയാണേ, കാരണം നിങ്ങൾക്കത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടോ എന്ന് വെച്ചാൽ ഞാൻ പറയണേ. രണ്ടാമത്തെ കാസ എടുത്ത് കൊടുത്തു. ആ കാസയുടെ പേരൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. മൂന്നാമത്തെ കാസയാണ് മിശിഹായുടെ കാസ, ആശീർവാദത്തിന്റെ കാസ. അതിനെയാണ് പുതിയ ഉടമ്പടിയായിട്ട് കുർബാനയെ സ്ഥാപിക്കാൻ പോകുന്നത്. അതിനു മുമ്പ് പ്രഖ്യാപിക്കുകയാണ്, നാലാമത്തെ കാസ ഞാൻ ഒഴിച്ച് കുടിക്കില്ല. നാലാമത്തെ കാസ ഞാൻ ഒഴിച്ച് കുടിക്കില്ല. എന്തിനാണ് അത് പറഞ്ഞിട്ട് മൂന്നാമത്തെ കാസ കുർബാനയാക്കി സ്ഥാപിച്ചത്? ഇതാണ് നമ്മുടെ ചോദ്യം. ഇതിനെയാണ് ദൈവശാസ്ത്രജ്ഞന്മാർ നാലാമത്തെ കാസ ഉയർത്തുന്ന പ്രശ്നം എന്ന് പറയുന്നത്. നാലാമത്തെ കാസ ഞാൻ വിളിച്ച് കുടിക്കില്ല എന്ന് പറഞ്ഞതിന് ശേഷം കുർബാന സ്ഥാപിച്ചത് എന്തുകൊണ്ട്? വളരെ കൃത്യമായിട്ട് ഉത്തരം പറയാം. അന്ത്യത്താഴം പൂർത്തിയാകുന്നത് അവിടെയല്ല, ആ സഹീൻ ഊട്ടുശാലയിലല്ല, മറിച്ച് ദൈവരാജ്യം പൂർത്തിയാകുന്ന കാൽവരിയിലാണ്. അന്ത്യത്താഴം ഒരു ഘട്ടമാണ്. ആ ബലിയുടെ ഘട്ടമാണിത്. അത് പൂർത്തിയാകുന്ന കാൽവരിയിലാണ്. അന്ത്യത്താഴം കാൽവരിയുടെ ബലിയുടെ ഒരു ഘട്ടമാണ്. അതിൽ നിന്നും, ഈ അന്ത്യത്താഴത്തിൽ നിന്നും കാൽവരിയിലേക്ക് പോകണം. ഇതാണ് നമ്മൾ ബേമയിൽ നിന്ന് ബലിപീഠത്തിലേക്ക് പോകണം എന്ന് പറയുന്നതിന് അർത്ഥം അത് തന്നെയാണ്. ഇതറിയാതെ നമ്മുടെ മൽപ്പാനച്ഛനായിരുന്ന നമ്മുടെ തലശ്ശേരി അച്ഛൻ, പേര് ഞാൻ ഓർക്കുന്നില്ല, കാര്യപറ്റച്ഛൻ അച്ഛൻ ഇല്ലേ, സ്ഥലം മാറുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഞാനതിനൊക്കെ മറുപടി കൊടുത്തിരുന്നു. സ്ഥലം മാറുന്നുണ്ട്. അന്ത്യത്താഴം എന്ന് പറയുന്നത് ബലിയുടെ ഒരു ഘട്ടമാണ്. ആ ഘട്ടം ദൈവരാജ്യം വരുന്ന ഒരു ഘട്ടമാണ്. ആ ഘട്ടം പൂർത്തിയാകുന്ന കാൽവരിയിലാണ്. അപ്പൊ കാൽവരിയിൽ എന്താ സംഭവിക്കുന്നത്? യോഹന്നാന്റെ സുവിശേഷം 19:30, എനിക്ക് ദാഹിക്കുന്നു. അപ്പോൾ പുളിച്ച വീഞ്ഞ് കൊടുത്തു,
പുളിച്ച വീഞ്ഞ് കുടിച്ച ശേഷം, അതായത് 4ാമത്തെ കാസ കാൽവരിൽ വെച്ച കുടിക്കണേ, കുരിശിൽ വെച്ചിട്ട് കുടിക്കണേ. കുടിച്ചു കഴിഞ്ഞിട്ട് പറയാണ് ഇപ്പം നിവൃത്തിയായി, എല്ലാം നിവൃത്തിയായി, എല്ലാം പൂർത്തിയായി. ആ വചനത്തെ വേണമെങ്കിൽ ഇറ്റ്സ് കോൺസുമേറ്റഡ് എന്നും തർജ്ജമ ചെയ്യാം. ദൂവേ റെയിംസ് എന്ന് പറഞ്ഞ ബൈബിളിൽ അതിനകത്ത് ഇറ്റ് ഇസ് കോൺസുമേറ്റഡ് എന്നാണ്. എൻ്റെ ഒരു പുസ്തകത്തിൻ്റെ പേര് അങ്ങനെയാണ്, ഇറ്റ്സ് കോൺസുമേറ്റഡ് ഇംഗ്ലീഷിൽ. അത് മറ്റ് ഭാഷകൾക്ക് തർജ്ജമ ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ അത് അതിനൊരു തനിമയുള്ള പുസ്തകം എന്നർത്ഥം, പുതുമയുള്ള പുസ്തകം. അതായത് മറ്റു പലരും പറയാത്ത കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ടെന്നർത്ഥം. അല്ലെങ്കിൽ അത് മറ്റു ഭാഷകൾക്ക് തർജ്ജമ ചെയ്യേണ്ട കാര്യമില്ലല്ലോ, യൂറോപ്യൻ ഭാഷകളിലേക്ക് ഞാൻ പറയണേ. അപ്പോൾ എന്തെങ്കിലും അവിടെ കിട്ടാത്ത ചില സംഗതികൾ ഞാൻ എഴുതുന്നതുകൊണ്ടാണല്ലോ അവരത് തർജ്ജമ ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു വന്നത് ഇറ്റ്സ് കോൺസുമേറ്റഡ്, സ്വർഗവും ഭൂമിയും ബന്ധപ്പെട്ട് കഴിഞ്ഞു എന്നും തർജ്ജമ ചെയ്യാം. 4ാമത്തെ കാസ എനിക്ക് ദാഹിക്കുന്നുവെന്ന് പറഞ്ഞിട്ട് യോഹന്നാൻ 19:30 പുളിച്ച വീഞ്ഞ്, ഇല്ലേ, മുന്തിരി വള്ളിയുടെ അനുഭവം. കാൽവരിയിൽ ദൈവരാജ്യം വന്നു കഴിഞ്ഞു, അതുകൊണ്ട് കുടിക്കുകയാണ് അവൻ. പുളിച്ച വീഞ്ഞ് കുടിച്ചതിന് ശേഷം പറഞ്ഞു ഇപ്പം എല്ലാം പൂർത്തിയായി, ഇപ്പം എല്ലാം നിവൃത്തിയായി, ഇപ്പം എല്ലാം അവസാനിച്ചിരിക്കുന്നു, സ്വർഗം ഭൂമിയും ബന്ധപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. അന്ത്യത്താഴത്തിന് ശേഷമുള്ള കുർബാന സ്ഥാപനവും കാൽവരിയിലെ ബലിയും തമ്മിൽ നേരിട്ട് കർത്താവ് ബന്ധപ്പെടുത്തിയിരിക്കുക. 3ാമത്തെ കാസ അന്ത്യത്താഴം കഴിഞ്ഞിട്ട് കുർബാന സ്ഥാപിച്ചപ്പോഴും 4ാമത്തെ കാസ കാൽവരിയിലും ആസ്വദിക്കുകയാണ് അവൻ. രണ്ടും ഒരൊറ്റ ബലിയുടെ ഭാഗമാണെന്ന് വ്യക്തമാക്കാൻ വേണ്ടിയാണ്. അന്ത്യത്താഴം കഴിഞ്ഞിട്ടുള്ള കുർബാന കാൽവരിയുടെ ബലിയുടെ ആദ്യ ഘട്ടമാണ്. കാൽവരിയിലാണ് അത് പൂർത്തിയാകുന്നത്. അന്ത്യത്താഴം അതിൽ തന്നെ അപൂർണമാണ്. അതുകൊണ്ട് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിമത വൈദികരും ഇരിങ്ങാലക്കുടയിലുള്ള കുറച്ച് അച്ഛന്മാരും തൃശ്ശൂരിലെ അച്ഛന്മാരും അന്ത്യത്താഴത്തിന്റെ ഓർമ്മയാണെന്ന് പറഞ്ഞ് നടക്കുന്നത് തിരുവചനങ്ങളെക്കുറിച്ച് യാതൊരു ബോധമില്ലാത്തത് കൊണ്ടാണ്, തിരുവചനങ്ങൾ അറിയാത്തത് കൊണ്ടാണ്, അത് പഠിക്കാൻ താല്പര്യമില്ലാത്തത് കൊണ്ടാണ്. അന്ധമായി അവർ എതിർക്കുന്നത് തിരുവചനത്തോടും കർത്താവിനോടും ഇല്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ അവര് യഹൂദ മതപുരോഹിതന്മാരെ പോലെ ഹൃദയകാഠിന്യമുള്ളവരായി മാറുകയാണ്. സോറി ടു സേ ദാറ്റ്. പക്ഷെ അത് ശരി, ഞാൻ വചനമാണ് പറയുന്നത്, നിങ്ങളോട് ഞാൻ പറയുന്നത് തിരുവചനമാണ്. കാൽവരിൽ രക്തം ചിന്തി മരിക്കുകയും കബറടക്കപ്പെടുകയും ആ കബറടത്തിൽ നിന്ന് മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർക്കുകയും ചെയ്തപ്പോഴാണ് അന്ത്യത്താഴം പൂർത്തിയായത്. അതുകൊണ്ട് തന്നെ ഇത് വെളിപാട് പുസ്തകം 19ാമത്തെ അധ്യായമായിട്ട് ബന്ധപ്പെട്ട കിടക്കണേ. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ലത്തീൻ സഭയില് ദിവ്യകാരുണ്യ സ്വീകരണത്തിന് തൊട്ട് മുമ്പ് പറയുന്നത് വെളിപാട് പുസ്തകം വചനമാണ്. കുഞ്ഞാടിന്റെ കല്യാണ വിരുന്നിൽ ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ ഭാഗ്യവാന്മാർ. കർത്താവേ, നീ എൻ്റെ ഭവനത്തിൽ വരാൻ ഞാൻ അർഹനല്ല, നീ ഒരു വാക്ക് ഉച്ചരിച്ചാൽ മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. അങ്ങനെ മറുപടി പറഞ്ഞിട്ടാണ് ലത്തീൻ കുർബാനയിൽ കുർബാന സ്വീകരിക്കുന്നത്. കുഞ്ഞാടിന്റെ കല്യാണ വിരുന്നിൽ ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ ഭാഗ്യവാന്മാർ. വെളിപാട് പുസ്തകം 19ാമത്തെ അധ്യായ. അതായത് അന്ത്യത്താഴം പോലും സ്വർഗത്തിൽ നടക്കുന്ന ദിവ്യ കുഞ്ഞാടിന്റെ കല്യാണത്തിൽ വിളമ്പുന്ന ആ ദിവ്യമായ അപ്പത്തിന്റെ മുൻകൂറായുള്ള രുചിയാണ്. വെളിപാട് പുസ്തകം അവതരിപ്പിച്ചിരിക്കുന്ന സ്വർഗത്തിൽ നടക്കുന്ന ദിവ്യ കുഞ്ഞാടിന്റെ കല്യാണ വിരുന്ന് വിളമ്പുന്ന ആ വിരുന്നിന്റെ മുൻ ആസ്വാദനമാണ്, മുൻകൂറായുള്ള രുചിയാണ് അന്ത്യത്താഴം. അപ്പോൾ കർത്താവിന്റെ മരണവും കാൽവരിയിലെ ബലിയും ബലി എന്ന് പറഞ്ഞാൽ കുരിശെന്ന് പറഞ്ഞാൽ കുരിശ്, കബരത്തിൽ ഉയർപ്പ്, ഇതെല്ലാം ചേരുമ്പോഴാണ് ബലി. ആ ബലി തന്നെ സ്വർഗത്തിൽ നടക്കുന്ന കുഞ്ഞാട് ഇല്ലേ, അറുക്കപ്പെട്ടതെങ്കിലും എഴുന്നേൽക്കുന്ന കുഞ്ഞാട്, ഇത് നടന്നപ്പോൾ അതും നടന്നു. അതുകൊണ്ട് അതിൻ്റെ ഒരു മുൻകൂറായി കൊണ്ടുവരികയാണ് അന്ത്യത്താഴത്തിലേക്ക്. അപ്പോൾ കാൽവരിയിലെ ബലിയും ഞാൻ പറഞ്ഞ എല്ലാ ഘടകങ്ങളും ചേർന്ന ബലി, സ്വർഗത്തിൽ നടക്കുന്ന കുഞ്ഞാടിന്റെ കല്യാണ വിരുന്നും മുൻകൂറായി അന്ത്യത്താഴത്തിലേക്ക് കൊണ്ടുവരികയാണ് കർത്താവ് ചെയ്തത്. അപ്പോൾ സ്വർഗരാജ്യം പൂർത്തീകരിക്കുന്നത് അന്ത്യത്താഴത്തിൽ തുടങ്ങി കാൽവരിയിൽ പൂർത്തിയായി സ്വർഗത്തിലാണ്. അത് ഇല്ലേ, ഒന്നിന് പുറകെ ഒന്നല്ല, ഇതെല്ലാം ഒരൊറ്റ സംഗതിയാണ്, ഒരൊറ്റ സംഭവമാണ്. ഇതുകൊണ്ടാണ് കാലദേശങ്ങൾക്ക് അതീതമാണ്, സമയത്തിന് അതീതമാണ്, വിശുദ്ധ സമയമാണ്, വിശുദ്ധ സ്ഥലമാണ് നമ്മൾ പറയുന്നതിന്റെ കാരണം, ഭൂമിയിൽ നടക്കുന്ന കാര്യമായിട്ട് തന്നെ കണ്ടാൽ അതിന് ഭൗതികമായിട്ട് കാണാൻ പറ്റൂ, ശാസ്ത്രീയമായിട്ട് കാണാൻ പറ്റൂ. അപ്പോൾ വിശ്വാസവും വരില്ല, തിരുവചനവും മനസ്സിലാകില്ല, സ്വർഗം എന്ന ചിന്ത പോലും ഉണ്ടാകില്ല. എല്ലാം ഭൗതികമായി കണ്ണിന്റെ കാഴ്ചയിലൂടെ കണ്ടാൽ നമുക്ക് തിരുവചനങ്ങൾ മനസ്സിലാകുകയില്ല. എന്നിട്ട് നോക്കുക, ഈ സ്വർഗത്തിലെ വിരുന്നിന്റെ ഒരു മുന്നാസ്വാദനം കുരിശിലും കാണാം. കർത്താവിന്റെ പാർശ്വം പിളർന്നിട്ട് അവിടുന്ന് രക്തവും വെള്ളവും ഒഴുകുന്നു, പരിശുദ്ധാത്മാവും രക്ഷയും ഒഴുകുന്നു, മാമോദീസയും കുർബാനയും ഒഴുകുന്നു. ഈ നമ്മൾ കാണുമ്പോൾ കുരിശുരൂപം കാണുമ്പോൾ ആകെ കർത്താവിന്റെ പീഡാസഹനങ്ങൾ ഓർക്കണേ.
അങ്ങനെയല്ല ബൈബിൾ കാണുന്നത്. ബൈബിൾ കാണുന്നത് അതിന് കുഞ്ഞാടിന്റെ കല്യാണ വിരുന്ന് വിളമ്പുന്ന ജീവജലമായിട്ടും ജീവരക്തവുമായിട്ടാണ്. ഇത് വാങ്ങി കുടിക്കാനൊക്കെ കർത്താവ് പറയണേ. ഇത് വാങ്ങി ഭക്ഷിക്കുക, എൻ്റെ മാംസം ഭക്ഷിക്കുക, എൻ്റെ രക്തം കുടിക്കുക. അതെല്ലാം ഭക്ഷണം ആസ്വദിക്കാനാണ് കർത്താവ് പറയണേ. കുർബാന ആസ്വദിക്കാനാ പറയണേ. നമ്മൾ പണ്ട് പഠിക്കുമ്പം കുർബാന കടിക്കരുതെന്നൊക്കെ പറയണേ. അതിങ്ങനെ പിള്ളേർ ഒട്ടിപ്പിടിച്ചിരിക്കും, അവസ്ഥ ഒട്ടിപ്പിടിച്ചിരിക്കും, കൈകൊണ്ട് തൊടും, അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടാണ്. പക്ഷേ കർത്താവ് അത് ആസ്വദിച്ച് കഴിക്കാനാ പറയണേ. ഇതെൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവനെന്ന് കർത്താവ് പറയുമ്പോൾ ഇതെല്ലാം കൂടുന്ന ഓർമ്മയാണ് ഉദ്ദേശിക്കുന്നത്. അതിനർത്ഥം ഇതാണ്: യേശുവാണ് യഥാർത്ഥ പെസഹ കുഞ്ഞാട്. അവൻ്റെ ബലിയാണ് യഥാർത്ഥ ബലി. ആ യഥാർത്ഥ ബലിയുടെ വെറും നിഴലുകൾ മാത്രമായിരുന്നു പഴയ നിയമത്തിലെ പെസഹ. അതിൽ അർപ്പിക്കപ്പെട്ട മറ്റേ സാധാരണ കുഞ്ഞാട്. അതുകൊണ്ട് അതെല്ലാം നിഴലുകളാണ്. യഥാർത്ഥത്തിൽ പൂർത്തിയാകുന്നത് കുരിശിലാണ്. ദൈവരാജ്യം വരുന്നത്, ഭൂമിയിൽ വരുന്നത് കുരിശിലാണ്. അത് പൂർത്തിയാകുന്നത് വരെ മുന്തിരിയുടെ ഫലത്തിൽ ഞാൻ കുടിക്കില്ലെന്ന കർത്താവ് പറഞ്ഞേ. അത് പൂർത്തിയായപ്പോൾ അവൻ കുടിക്കുകയും ചെയ്തു. കുരിശിൽ പൂർത്തിയാകുന്നതോടെ, അതായത് പഴയ പെസഹായിൽ പുതിയ പെസഹായിലേക്ക്, യഥാർത്ഥ പെസഹ കുഞ്ഞാടിലേക്ക് നാം കടന്നപ്പോൾ അവൻ മുന്തിരിയുടെ ഫലത്തിൽ നിന്ന് പുളിച്ച വീഞ്ഞ് കുടിച്ചു. വിശുദ്ധ കുർബാനയിൽ മുന്തിരിയുടെ ഫലമായ വീഞ്ഞ് പെസഹായിലെ വീഞ്ഞ് പോലെയല്ല. വിശുദ്ധ കുർബാനയിൽ മുന്തിരിയുടെ ഫലമായ വീഞ്ഞ് പഴയ പെസഹായിലെ വീഞ്ഞ് പോലെയല്ല. അത് യേശുവിൻ്റെ രക്തമാണ്, യേശുവിൻ്റെ ജീവനാണ്, യേശു തന്നെയാണത്. അപ്പോൾ ഞാൻ മുന്തിരിവള്ളിയുടെ ഫലത്തിൽ കുടിക്കില്ലെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായില്ലേ? പഴയ പെസഹായില് അത് മുന്തിരി വീഞ്ഞാണ്, മുന്തിരിവള്ളിയുടെ ഫലമാണ്, അനുഭവമാണ്. പുതിയ ഇതിൽ ദൈവരാജ്യം വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ അതല്ല. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ ഞാൻ പറയുന്നതിൻ്റെ ഈ ചക്രവാളങ്ങൾ, മാനങ്ങൾ? ഒരു 5-6 പ്രാവശ്യം കേൾക്കണേ. ഞാൻ ഈ പറയുന്ന കാര്യം 5-6 പ്രാവശ്യം കേൾക്കണം. ഞാൻ തന്നെ ആവർത്തിച്ചിട്ടുണ്ട്. കാരണം ഇതൊക്കെ നമ്മൾ ചിലപ്പോൾ ആദ്യമായിട്ട് കേൾക്കാൻ തോന്നും, മറ്റു പലരും പറഞ്ഞിട്ടുണ്ടാകില്ല. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഇതിന് വ്യത്യസ്തമായിട്ട് പലരും കേട്ട് കാണും. അതുകൊണ്ടാണ് ഞാൻ പല പ്രാവശ്യം ആവർത്തിച്ചിരിക്കുന്നത്. നിങ്ങൾ പഠിക്കാൻ മനസ്സുള്ളവർ നന്നായിട്ട് പഠിച്ച്, കാരിയസ് അധ്യാപകരുണ്ട്, വൈദികരുണ്ട്, നിങ്ങളിത് പരമാവധി ആളുകൾക്ക് എത്തിക്കണമെന്ന് ഞാൻ വീണ്ടും 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 വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. അങ്ങനെ തിരുവചനങ്ങളുടെ ആഴങ്ങളിലേക്കും നമ്മുടെ വിശുദ്ധ പാരമ്പര്യങ്ങളുടെ ആഴങ്ങളിലേക്കും നമ്മുടെ വിശ്വാസത്തിൻ്റെ ആഴങ്ങളിലേക്കും ഒക്കെ കടക്കാനും അങ്ങനെ കർത്താവുമായുള്ള ഒരു കൂടിക്കാഴ്ച നടക്കാനും ഇതിലൂടെ ഇടവരട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.